4 പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബസ് ആനിക്കാമ്പലം തിരുവമ്പാടിക്ക് വരുമായിരുന്നു. വരുന്ന വഴി കാളിയാമ്പഴം എത്തുന്നതിന് മുമ്പുള്ള കലിങ്കിൽ സൈഡിൽ ഇടിച്ചിട്ട് പുഴയിലോട്ട്. വണ്ടിക്ക് സൈഡ് കൊടുത്താണോ? അല്ല, വണ്ടിക്ക് സൈഡ് കൊടുത്താൽ കണ്ടില്ല. വേറെ വണ്ടി ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നോ? എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു. സീറ്റുണ്ടായിരുന്നു അല്ലേ? ഇതാണ് വാഹനത്തിലുണ്ടായിരുന്ന പ്രതികരണം. മറ്റേതെങ്കിലും വാഹനവുമായി കൂട്ടിയിടിച്ചൊന്നുമല്ല അപകടമുണ്ടായിരിക്കുന്നത്. വീതി കുറഞ്ഞ റോഡായിരുന്നു, അവിടെയാണ് ഈ അപകടമുണ്ടായത്. തിരുവമ്പാടി ആനക്കാംപോയിൽ റൂട്ടിലാണ് ഈ അപകടമുണ്ടായത്. തിരുവമ്പാടിയിൽ നിന്നും ആനക്കാംപോയിലേക്ക് വന്ന KSRTCയുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 50ഓളം പേർ ഈ സമയത്ത് ബസ്സിലുണ്ടായിരുന്നു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. പക്ഷേ പുഴയിലെ ആരെങ്കിലും വീണു പോയിട്ടുണ്ടോ എന്ന കാര്യം സംബന്ധിച്ച പരിശോധന അവിടെ ഇപ്പോഴും നടക്കുകയാണ്. അത് സംബന്ധിച്ച പരിശോധന വേഗത്തിൽ നടക്കുകയാണ്. കാരണം രക്ഷാപ്രവർത്തനം അത്ര വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായുള്ള പരിശോധനയാണ് നടക്കുന്നത്. 4 പേർക്ക് ഗുരുതര പരിക്ക്. ഇതിനപ്പുറത്തേക്ക് കൂടുതലായ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമീപത്തെ മറ്റ് ആശുപത്രികളിലുമായിട്ടാണ് പരിക്കേറ്റവരെ കൊണ്ടുപോയിട്ടുള്ളത്. അവരെ അവിടെ ചികിത്സിക്കുകയാണ്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. കോഴിക്കോട് തിരുവമ്പാടി കാളിയാമ്പുഴയിലേക്കാണ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. പുഴയിൽ പോയിട്ടുള്ളവരെക്കുറിച്ച് ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ, വീണു പോയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് തെരച്ചിൽ നടക്കുകയാണ്. 50ഓളം പേർ ബസ്സിലുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. വീതി കുറഞ്ഞ ബസ്സാണ്. സമീപത്ത് ഒരു കലിങ്കിൽ നിന്നും പാലത്തേക്ക് കയറുന്ന വഴിയാണ്. അവിടെ ആ കലിങ്കിലിടിച്ച് ബസ് മറിഞ്ഞു എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ആ അപകടത്തിന് മറ്റെന്തെങ്കിലും കാരണമായതാണോ? MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, പ്രാഥമികമായി ലഭിക്കുന്ന വിവരത്തിൽ 50ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. മറ്റ് എന്തെങ്കിലും കാഷ്വാലിറ്റീസ് നമുക്ക് വ്യക്തമാവുന്നുണ്ടോ? കഴിഞ്ഞ 3 പേർക്ക് അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ കൃത്യമായ ഒരു ചിത്രം ലഭ്യമല്ല. നിരവധി പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കോഴിക്കോട് തിരുവമ്പാടി പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയാമ്പുഴയിലേക്കാണ് KSRTC ബസ് മറിഞ്ഞിരിക്കുന്നത്. KSRTC ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർക്കും ഡ്രൈവർക്കും മറ്റു ചില യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ടെന്ന് വിവരം ലഭിക്കുന്നു. ഓടുന്നതിനിടയിൽ അനീഷ് ഒന്ന് തുടരുക. തിരുവമ്പാടിയിലെ പഞ്ചായത്ത് അംഗം നമുക്കൊപ്പം ചേരുന്നു, ലിസി എബ്രഹാം. ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ഇതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി ലഭ്യമായിട്ടുണ്ടോ? എല്ലാവരെയും അവിടുന്ന് മാറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടോ? ലിസി ഇബ്രാഹിമിലേക്ക് നമുക്ക് മടങ്ങി വരാം. അനീഷ തുടരാം. എല്ലാവരെയും ഈ അപകട സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ടോ അനീഷ്? നമുക്ക് അങ്ങനെ വ്യക്തത വരുന്നുണ്ടോ? വാഹനം ഉയർത്തി കഴിഞ്ഞിരുന്നു. അതിനിടയ്ക്ക് ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വിവരം തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും ലഭിക്കുന്നത്. 3 പേർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. മറ്റ് യാത്രക്കാരുടെ ഒരു പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ എത്ര വലിയ പരിക്കാണ് പറ്റിയിരിക്കുന്നതെന്ന വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാവും. എന്തായാലും 3 യാത്രക്കാർക്ക് ഗുരുതരമായി തന്നെ പരിക്കുകളുണ്ട്. മറ്റ് പലർക്കും പരിക്കുകളോടുകൂടിയാണ് അവരെ പുറത്തേക്ക് എടുത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ വാഹനം ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. ആളുകളെ പൂർണ്ണമായും നീക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആളുകൾ ഇനിയും ആ ഭാഗത്തൊക്കെ കുരുങ്ങിയിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനകൾ തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും പരിക്കേറ്റ അല്ലെങ്കിൽ എത്ര വലിയ പരിക്കുകളാണ് ആളുകൾക്ക് പറ്റിയതെന്ന് സംബന്ധിച്ച അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ഈ ബസ് കൈവരികളോ സുരക്ഷാ ബാരിക്കേഡുകളോ ഇല്ലാത്ത ഭാഗത്താണ് ആ പുഴയിലേക്ക് പതിച്ചത്. 2 കാരണം ഉണ്ടാവും. ഒന്ന്, ബസ് നിയന്ത്രണം വിട്ട് വശത്തേക്ക് വരികയും എന്നാൽ ഈ സുരക്ഷാ ബാരിക്കേഡുകളൊന്നും ഇല്ലാത്തതിനാൽ അവിടെ തടഞ്ഞു നിൽക്കാൻ കഴിയാതെ പുഴയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവർ ആളുകളെ പുറത്തേക്ക് എത്തിച്ചു. ഒപ്പം പുഴയിലേക്ക് വീണ ബസ് ക്രെയിൻ ഉപയോഗിച്ച് പുറത്തേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തിയത്. അത്തരത്തിൽ ഉയർത്തുന്ന ശ്രമം നടത്തുകയും ചെയ്തു. എന്തായാലും എന്താണ് കൃത്യമായ ഒരു കാരണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇനിയും ബസ് നിയന്ത്രണം പോയതാണോ മറ്റെന്തെങ്കിലും തരത്തിൽ റോഡിൽ നിന്ന് തന്നെ മാറിയതാണോ എന്നടക്കമുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. 40-ലധികം യാത്രക്കാർ, 50-40 ഇടയ്ക്കുള്ള യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു എന്ന് വിവരം ലഭിച്ചിരുന്നു. വളരെ പെട്ടെന്ന് നാട്ടുകാർ ഇടപെട്ട് ആളുകളെ വാഹനത്തിൽ നിന്നും മാറ്റാൻ കഴിഞ്ഞു. ഇനിയും ആരെങ്കിലും അവശേഷിക്കുന്നു എന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ ഇപ്പോഴും സ്ഥലത്ത് നടക്കുന്നുണ്ട്. ശരി.